പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ യേശുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ നടന്നൊരു സംഭവം മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനഭാഗത്ത് നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, ജനങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു. രണ്ട്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു. ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നെങ്കിൽ ചിലർ പറയുന്നു സ്നാപക യോഹന്നാനെന്ന്. അത് പറയാൻ കാരണമുള്ളത് കൊണ്ടാണ് ചിലർ പറയുന്നത്. കാരണം മരിച്ച് രക്തസാക്ഷിയായി തീരും എന്നതുകൊണ്ട് സ്നാപക യോഹന്നാനായിരിക്കുമെന്ന് പറയുന്നു. ചിലർ പറയും ഏലിയാവോ അഗ്നിരഥത്തിൽ എടുക്കപ്പെട്ടതുകൊണ്ട് ഏലിയാവായിരിക്കും എന്ന് പറഞ്ഞു. ഇരമ്യാവിന് പ്രത്യേകതയുണ്ട്. ഇരമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വചനഭാഗത്ത് പറയുന്നുണ്ട്, ഇരമ്യാവിന്റെ നാവിൽ വചനം വെച്ചു കൊടുത്തു കഴിഞ്ഞപ്പോ ഇരമ്യാവ് ബാലനായി അറിവില്ലെന്ന് പറഞ്ഞവന്റെ നാവിൽ ആത്മീയ വചനത്തിന്റെ വെളിപ്പാട് വരാൻ തുടങ്ങിയപ്പോൾ ഇരമ്യാവിനോട് പറഞ്ഞു, നീ ഇടിച്ചു തകർക്കുവാനും തകിടം മറിക്കുവാനും ഈ ജനതകളുടെയും രാജ്യങ്ങളുടെ മേൽ ഞാൻ നിന്നെ ഇതാ നിയോഗിച്ചിരിക്കുന്നു. ചിലത് പണിയാൻ, ചിലത് തകർക്കാൻ. കണ്ടോ, നട്ടുവളർത്തുന്ന ഒരു അനുഭവത്തിലേക്ക് പോകുന്ന ഒരു പ്രവാചകനായിരിക്കുമോ ഇവനെന്ന് അവർ ചിന്തിച്ചു. അടുത്തത്, പ്രവാചകന്മാരിൽ ഒരുവൻ. ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വചനഭാഗം പറയുന്നു, പ്രവാചകന്മാരിലൂടെ പുതിയ ദൈവിക പ്രവാചക ദൗത്യം മോശയെ പോലെ വേറൊരു പ്രവാചകനെ ഞാൻ എഴുന്നേൽപ്പിക്കും. അന്നേരം പ്രവാചകനായിരിക്കുമോ ഇവന്? അങ്ങനെ അവർ ഓരോരോ കാര്യങ്ങൾ പറയാൻ ഇടവരുമ്പോഴാണ് അതിന്റെ നടുവിൽ ശിമയോൻ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, ഇവരാരും പറഞ്ഞതല്ല ശരി, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പോഴാണ് യേശു ശിമയോനോട് പറഞ്ഞത്, ശിമയോനെ, അത് നീയല്ല പറഞ്ഞത്, എന്റെ പിതാവ് നിന്നോട് പറഞ്ഞതാണ്. ഇവരെല്ലാവരും ഇത് കേൾക്കാൻ വേണ്ടിയാ ഇത് പറഞ്ഞത്. യിരെമ്യാവാണെന്നും ഏലിയാവാണെന്നും സ്നാപക യോഹന്നാനാണെന്നും പ്രവാചകന്മാരിൽ ഒരുവനാണെന്നും പറഞ്ഞവരുടെ നടുവിൽ ഇവരാരുമല്ല, എന്റെ പിതാവ് പാപങ്ങൾ വഹിച്ചുകൊണ്ട് ലോകത്തിലെ പാപങ്ങൾ സഹിച്ച് ക്രൂശിൽ കയറി മരിക്കാൻ വേണ്ടി എന്നെ ഇങ്ങോട്ട് വിട്ടതാണെന്ന് ഏറ്റവും വലിയ തെളിവോടുകൂടെ പത്രോസ് വിളിച്ചു പറയുമ്പോ പിതാവ് പത്രോസിനോട് പറയാണ്, ഇതാ നിന്റെ പാപം വഹിക്കാൻ വേണ്ടി കടന്നു വന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഈ ഒരു സാക്ഷ്യം, ഈ ഒരു ദൈവിക പ്രവൃത്തി പത്രോസിന്റെ നാവിലൂടെ വെളിപ്പെട്ടപ്പോൾ പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, ഇത് മാംസരക്തങ്ങളല്ല, എന്റെ സ്വർഗീയ പിതാവാണ് നിനക്കിതെല്ലാം പറഞ്ഞു തന്നത്. ഈ വെളിപ്പാട് കിട്ടിയപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, പത്രോസേ, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. ഏത് പാറ? ഈ വെളിപ്പാട് കിട്ടിയ, വെളിപ്പാട് തന്ന പിതാവിലൂടെ പുത്രനിലൂടെയുള്ള ദൈവിക പാറ. ഇതിലൂടെ ഞാൻ എന്റെ സഭയെ പണിയും. കണ്ടോ, ഈ വെളിപ്പാട് കിട്ടിയപ്പോൾ ഈ പാറ ക്രിസ്തുവിലൂടെ ഞാൻ എന്റെ സഭയെ പണി. അതിന് പ്രത്യേകതയുണ്ട്, പാതാള ഗോപുരങ്ങൾ പ്രബലപ്പെടുകയില്ല. ഇവിടെ ദൈവത്തിന്റെ
വലിയ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ വേണ്ടിയാ കർത്താവ് ഇത് പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ യേശു ആരാണ്? നമ്മുടെ ജീവിതത്തിൽ യേശു ദൈവമല്ലേ? അത് പറയാൻ നമുക്ക് പരിശുദ്ധാത്മാവ് തന്നെ ഉള്ളിൽ കടന്നു വരണം. ആബാ പിതാവേ എന്ന് വിളിക്കണമെങ്കിൽ എൻ്റെ പുത്രൻ, എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വേണം. പരിശുദ്ധാത്മാവില്ലെങ്കിൽ നമുക്കിതൊന്നും പറയാൻ പറ്റിയല്ല. പത്രോസിനെ കൊണ്ട് പറയിപ്പിച്ച അതേ കർത്താവ് നമ്മളും പറയണം, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ഏറ്റു പറയാമോ? നല്ലൊരു പ്രഭാതം തന്നില്ലേ കർത്താവിൻ്റെ കൂടെ? നമുക്കൊരു നിമിഷം പ്രാർത്ഥനയോടുകൂടെ കർത്താവിൻ്റെ കൂടെ ഏറ്റു പറയാം. ഇന്നത്തെ ദിവസം ജനങ്ങൾ പറയുന്നതാണോ? മാംസരക്തങ്ങളല്ല, സ്വർഗീയ പിതാവ് വെളിപ്പെടുത്തി തന്ന യേശു കർത്താവാണെന്ന് ഏറ്റു പറയാൻ കർത്താവെ വലിയൊരു കൃപയും അഭിഷേകവും ഞങ്ങളുടെ എല്ലാവരുടെ മേലും നീ അവിടുന്ന് വെളിപ്പെടുത്തണം. അവിടുത്തെ ശക്തിയാൽ നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.